തിരുവനന്തപുരം SAP ക്യാമ്പിലെ ട്രെയിനി ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. ആനന്ദിന്റെ മരണത്തിന് കാരണം മേലുദ്യോഗസ്ഥരുടെ പീഡനമെന്നും മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും കുടുംബത്തിന്റെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്നും കുടുംബം ജനം ടിവിയോട് പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ 18-നായിരുന്നു RTPC ട്രെയിനി ഉദ്യോഗസ്ഥൻ ആനന്ദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനം ബ്രേക്കിംഗ്. തിരുവനന്തപുരം SAP ക്യാമ്പിലെ RTPC ട്രെയിനി ഉദ്യോഗസ്ഥൻ ആനന്ദിന്റെ ദുരൂഹമരണത്തിലാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയത്. മകൻ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ആനന്ദിനെ SAP ക്യാമ്പിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. നമ്മളെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള രീതിയിലല്ലേ അവർ പോണത്. ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മക്കൾ കുത്തിയിരുന്ന് പഠിച്ചുണ്ടാക്കിയ ജോലിയാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ കൊച്ചിനെ അവസാനം അവർ മന്ദബുദ്ധിയാക്കി അവർക്ക് ചികിത്സിച്ച് അവരെ ചികിത്സിക്കാക്കിക്കൂടെ, രക്ഷാർത്ഥങ്ങളെ വിളിച്ച് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടൂടെ, വീട്ടിലോട്ട് പറഞ്ഞു വിട്ടൂടെ. അതൊക്കെ അവർ ചെയ്യാത്തത്. സെപ്റ്റംബർ 16-ാം തീയതി ആനന്ദ് കൈമുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇത് തങ്ങളിൽ നിന്ന് അധികൃതർ മറച്ചുവെച്ചു. മകനെ തങ്ങളോടൊപ്പം വീട്ടിലേക്ക് അയക്കുവാനോ സംഭവിച്ച കാര്യങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകുവാനോ അധികൃതർ തയ്യാറായില്ലെന്നും മാതാവ് ചന്ദ്രിക പരാതിപ്പെടുന്നു. മരിച്ചതുപോലും ഞങ്ങളെ അറിയിച്ചില്ല. അത് ഞങ്ങളെല്ലാം ഇവിടുന്ന് ആൾക്കാർ ചെന്ന പോലെ അവരതിനിടയ്ക്ക് അകത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആരും ഒന്നും അറിഞ്ഞില്ല. അവിടെ ചെന്ന് എൻ്റെ കൊച്ചും അവിടെ ചെന്ന ആൾക്കാരും നാട്ടുകാരെല്ലാം കൂടെ ഇവനെ വലിച്ചെടുത്ത് അവിടെ ചെന്നപ്പോൾ ആശുപത്രിയിൽ ഒറ്റ മുറിയിൽ കൊണ്ടുവന്ന് അനാഥയായിട്ട് കൊണ്ടിട്ടിരിക്കണം. അവിടെ പോലീസുകാർ ആരും ഇല്ലായിരുന്നു. അനാഥകളായിട്ട് എൻ്റെ കൊച്ചിനെ അനാഥയായിട്ട് ഒരു റൂമിലുണ്ട്. അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. എൻ്റെ കൊച്ചിന് എന്താണ് സംഭവിച്ചെന്ന് കൊണ്ടുവരണം. ഇതേപോലെ പാവപ്പാവിയായ പാവപ്പെട്ട തള്ളന്മാരെ മക്കള് ഇതേപോലെ ഇനി അനുഭവിക്കാൻ പാടില്ല. തള്ളന്മാർ എനിക്ക് നിയമത്തിന് മുമ്പേ കൊണ്ട് എനിക്ക് ഒരു താങ്ങും തണലും ഒക്കെ ആയിരുന്നു എൻ്റെ കൊച്ച്. ആനന്ദ് ആരെയോ ഭയപ്പെട്ടിരുന്നതായി തനിക്ക് സംശയമുണ്ടെന്ന് സഹോദരൻ അരവിന്ദ് പറയുന്നു. അവർ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അവിടെ ദുരൂഹതയുണ്ട്. എല്ലാവരും മറയ്ക്കും. നമ്മളെ മറ്റേ പൊട്ടൻ എന്ന രീതിയിലാണ് അവർ നമ്മളെ അടുത്ത് സംസാരിച്ചതും. ആ ഒരു ഇതാണ് അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ എൻ്റെ അനിയൻ്റെ ഉള്ളിലുണ്ട്. അവൻ നമ്മുടെ അടുത്ത് ഓണത്തിന് വന്നപ്പോഴും നമ്മൾ പറഞ്ഞു പിടിച്ചു നില്ലടാ, നീ ധൈര്യമായിട്ട് പിടിച്ചു നില്ല് എന്നാണ് നമ്മൾ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഈ ഓണം കഴിഞ്ഞ് പോയപ്പോഴാണ് ഇത്രയും മാരകമായിട്ടുള്ള പീഡനം അനുഭവിച്ചു തുടങ്ങിയത്. അവൻ്റെ ഉള്ളിനുള്ളിൽ എന്തൊക്കെയോ പോഞ്ഞ് മാറുന്നുണ്ടായിരുന്നു. അത് നമ്മളടുത്ത് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവനത് കഴിയുന്നില്ല. തിരുവനന്തപുരം വിതുര കലിപ്പാലം സ്വദേശിയാണ് മരിച്ച ആനന്ദ്. പിതാവ് അശോകൻ നേരത്തെ മരണപ്പെട്ടു. അമ്മയും രോഗിയായ സഹോദരനും അടങ്ങുന്നതാണ് ആനന്ദിന്റെ കുടുംബം. മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും SC/ST കമ്മീഷനും പരാതി നൽകുവാനൊരുങ്ങുകയാണ് ആനന്ദിന്റെ കുടുംബം. അമ്മയെയും സഹോദരനെയും കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ പഠിച്ച് മിടുക്കനായ ഒരു യുവാവാണ് പാതിവഴിയിൽ ജീവിതം അവസാനിപ്പിച്ചത്. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഉന്നതരുടെ പീഡനമാണ് മരണത്തിൻ്റെ കാരണമെന്നും കുടുംബം പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. വിജയം സായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.